ഹലോ സുഹൃത്തുക്കളെ, ഇതൊരു ഇലക്ട്രിക്കിന്റെ ഡി വി ആണ്. 3 ഫേസ് ടി വി ആണ്. ഞാൻ പറയാൻ കാരണം ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാതെ കുറെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, ഇപ്പോഴത്തെ കാലമുണ്ട്. ഇത് ഡി വി ഇത് RCB ട്രിപ്പ് ആയതാണ്. എന്താ എർത്തിന്റെ കംപ്ലൈന്റ് നിങ്ങൾക്ക് അറിയില്ലേ? ബോഡി ഷോർട്ട് ആകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ RCB ട്രിപ്പ് ആവും. ഇത് ഈ വീട്ടിലൊരു എക്യുപ്മെന്റ്സിന് ചെറിയൊരു കംപ്ലൈന്റ് ആണ്, ബോഡി ഷോർട്ട് അതാണ് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്താ ഈ വീട്ടുകാർക്ക് അറിയില്ല, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ വിളിക്കുക ചെയ്യുക. ഇത് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാൻ മനസ്സിലാകുന്നില്ല. ഇലക്ട്രീഷ്യന്മാർ ഒരു വീടിന്റെ വർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു വിവരണം കൊടുക്കണം ഇവർക്ക്. ഇത് ഉപയോഗിച്ച് ശീലമാകുമ്പോൾ ഇവർക്ക് മനസ്സിലായിക്കോളൂ ഓട്ടോമാറ്റിക് എന്താണ്. അതേയാൾക്കും അറിയില്ല ഇതെന്താ സംഭവം, എന്തിനാ ഉപയോഗിക്കുന്നത്, ഇതിന്റെ RCB എന്താ, MCB എന്താണെന്നും അറിയില്ല. നമ്മൾ ഇലക്ട്രീഷ്യന്മാർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യില്ല. അപ്പൊ കറണ്ട് പോയിട്ടാകുമ്പോൾ കറണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതെന്നാ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ക്ലാസ് എടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അല്ലെ ഫോൺ വിളിച്ചിട്ടാകുമ്പോൾ കാര്യം പറയും, ഇങ്ങനെ ചെയ്തോന്ന് അവർ ചെയ്തോളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കറണ്ട് ഇല്ലാണ്ടാക്കണ്ട. തീരെ ആകുന്നില്ല നമ്മൾ പോയിട്ട് ചെയ്തു കൊടുത്താൽ മതി. വീട്ടുകാർക്ക് ഇങ്ങനെ തീരെ നമുക്ക് പോകാൻ പറ്റുന്നില്ല, അവർ തീരെ ആകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊടുക്കുക. ഇത് എങ്ങനെ മാസം ഒരിക്കലും ഈ RCB ഒരു ബട്ടൺ കാണുന്നില്ലേ, അത് അടുത്ത് പ്രസ് ചെയ്ത് വെക്കണം. ആ ട്രിപ്പിംഗ് ആകുന്നുണ്ടാകുന്ന നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഷോക്ക് വരുന്നൊക്കെ ഓട്ടോമാറ്റിക് പോകേണ്ടതാണ്. അല്ലാതെ മനസ്സിലാക്കാം. ഇപ്പൊ RCB ഇതിപ്പോ ട്രിപ്പ് ആയിട്ടുള്ളത്. ഇപ്പൊ ഈ RCB ഒന്ന് ഞാൻ ഓപ്പൺ ആക്കി നോക്കി, ഓൺ ആവുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ MCB ഇല്ലേ, മുകളിലത്തെ MCB ഫുൾ നമ്മൾ ഓഫ് ആക്കാം. ഫസ്റ്റ് ടൈം വേണ്ടത് ഫസ്റ്റ് എല്ലാം MCB ഓഫ് ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ RCB നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. RCB മുകളിൽ പൊന്തിച്ചു കൊടുത്തു കഴിഞ്ഞാല് കറണ്ട് സപ്ലൈ എല്ലാം ഓൺ ആവും. കറണ്ട് ഇപ്പൊ ഓൾറെഡി അവിടെ കറണ്ട് വന്നിപ്പോ എല്ലാടിയും. ഇനി MCB എല്ലാം ഓഫിലല്ലോ ഉള്ളേ. ഈ MCB നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ MCB ആയിട്ടും ഓരോന്നായിട്ട് നമ്മൾ പൊന്തിക്കാം. ഓരോന്നായിട്ട് എന്തെങ്കിലും ട്രിപ്പിംഗ് ആടെ പ്രശ്നമുള്ളത് ആ MCB പൊന്തിക്കുമ്പോൾ കറണ്ട് പോകുന്നതാണ്. എവിടെ ഫോൾട്ട് ഉള്ളത്, ഏത് റൂമിലെ ഏത് ഭാഗത്താ കറണ്ട് ലീക്കാകുന്നത് ആണ്. ഇപ്പൊ ഞാൻ ഇത് പൊന്തിക്കുമ്പോൾ RCB ട്രിപ്പായി. ആ ഫസ്റ്റിലത്തെ പൊന്തിക്കുമ്പോൾ RCB ട്രിപ്പായി. നിങ്ങൾ വേണ്ട, RCB ട്രിപ്പായിട്ടുള്ള ആ ഒരു പ്രശ്നം, ആ ഒരു ഭാഗത്താണ് പ്രശ്നം വന്നത്. അത് കഴിഞ്ഞ് ഓണാക്കി വെച്ചിട്ട് ആ ഏത് ഭാഗത്തെ കറണ്ട് ഇല്ലാതെ ഒന്ന് ചെക്ക് ചെയ്യാം. ഏതെല്ലാം ഉപകരണങ്ങളുണ്ട് അതെല്ലാം ഒന്ന് ഊരി മാറ്റാം. ഊരി മാറ്റിയിട്ട് എല്ലാ ഉപകരണങ്ങൾ ഊരി മാറ്റി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഉപകരണത്തിന്റെ പ്രശ്നമെങ്കിൽ, എക്യുപ്മെന്റ്സിന്റെ പ്രശ്നമെങ്കിൽ അത് അവിടെ ഓപ്പൺ ആവും. അപ്പൊ ആ റൂമിൽ കാര്യങ്ങളിൽ കുത്തി സാധനം എല്ലാം ഊരി മാറ്റി വന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കിയതാ. അത് നോക്കുമ്പോ അത് ട്രിപ്പിങ് ഓക്കെ. എന്താണ് എല്ലാ ഒരു വീട്ടുകാർ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണ്ടേ, RCB ഓഫ് ആക്കാം. എന്നിട്ട് MCB ഫുള്ള് ഓഫ് ആക്കി വെക്കാം. എന്നിട്ട് RCB പൊന്തിക്കാം. എന്നിട്ട് ഓരോ പീസുകളായിട്ട് പൊന്തിക്കണ്ടേ. ഇപ്പൊ ആ എക്യുപ്മെന്റ്സിൽ ഊരി വെച്ചാലോ ആ റൂമിലെ കറണ്ട് എല്ലാം ഓക്കെ. ആ ഒരു മിഷൻ, ആ ഒരു പ്രശ്നമാണ്, ഒരു ബോഡി ഷോർട്ടാണ് ഇവിടെ കാണിച്ചത്. ഇത്രയും സിമ്പിൾ കാര്യമുള്ളൂ. ഇതിനാണ് നിങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിക്കുന്നത്. ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇലക്ട്രീഷ്യൻ വരാൻ വേണ്ടി മണിക്കൂറോളം കാത്തു നിൽക്കുന്നത്, കറണ്ട് ഇല്ലാതെ നിൽക്കുന്നത്. ഇത് 3 ഫേസ് DV ആയാലും സിംഗിൾ ഫേസ് DV ആയാലും ഇതുപോലെ തന്നെ ചെയ്യേണ്ടത് കേട്ടാ. നിങ്ങൾ തീരെ ആണെന്നില്ല ഇലക്ട്രീഷ്യന്റെ സഹായം ചെയ്യുക. ആദ്യം അത്യാവശ്യ ഘട്ടം നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതല്ലോ.